അവരെ അധിക്ഷേപിക്കാം. അത് ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ അത്രമാത്രം തെറ്റിദ്ധാരണാജനകമായ വസ്തുതകൾ സമൂഹത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു മീറ്റിംഗ് ഇന്ന് വിളിച്ചത്. ഇതില് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് 5 ലക്ഷം രൂപ മേപ്പടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് കൈക്കൂലിയായിട്ട് കൊടുത്തു എന്നുള്ളത് ആണ് കേരളം അറിയപ്പെടുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റി. അവിടെ ഒരേ ഡോക്യുമെന്റ് തന്നെ പല ബാങ്കുകളിൽ പല രൂപത്തിൽ വെച്ച് തട്ടിപ്പ് നടത്തിയതായിട്ടൊരു ബാങ്കിന്റെ പരാതിയെ തുടർന്നാണ്. അതിനുശേഷം മറ്റ് ബാങ്കുകൾ വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീലർഷിപ്പ്, അങ്ങനെ വിവിധ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 2021 മരമുറി കേസിലാണ് അദ്ദേഹം വീണ്ടും പ്രസിദ്ധനാവുന്നത്. മരമുറി കേസ് എന്ന് പറയുമ്പോൾ 500-600 വർഷം പഴക്കമുള്ള ഈട്ടിത്തടികൾ, അതും ആദിവാസികളുടെ അവരുടെ ഒപ്പ് വ്യാജമായിട്ടുണ്ടാക്കി ആ മരങ്ങൾ വെട്ടി വിറ്റു എന്നുള്ളതാണ്. ഇന്ന് എന്തുകൊണ്ടോ എനിക്കറിയില്ല, അതിനെതിരായിട്ട് ഇദ്ദേഹം കോടതിയിൽ കൊടുത്ത അപ്പീലുകളെല്ലാം തള്ളി. ഏതാണ്ട് 27 കേസുകളിൽ കൊടുത്ത അപ്പീല് തള്ളി. അതായത് ഈ മരം വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ അദ്ദേഹം കൊടുത്ത പരാതികളാണെന്ന് തള്ളിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ അടുത്തിടയ്ക്ക് ഇദ്ദേഹം ഈ മരമുറി കേസിൽ ഏതാണ്ട് മാസങ്ങളോളം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ചാനൽ ഏറ്റെടുത്തുകൊണ്ടാണത്. അതെല്ലാവരും അത്ഭുതപ്പെടുത്തി. കാരണം 2016 ഏതാനും കോടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും മാത്രം തിരിമറികൾ നടത്തിയ ഒരാള് എങ്ങനെ ഒരു ചാനൽ ഏറ്റെടുക്കാനായിട്ടുള്ള പണം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അത് മാത്രമല്ല, ചാനൽ ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമല്ല, 1 വർഷം കൊണ്ട് അതിൻ്റെ റേറ്റിംഗ്, എല്ലാ TRP റേറ്റിംഗ് അത്രമാത്രം അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള പരാതികളും കേസുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്ര കേസുകളുണ്ട് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 17 കേസുകളിൽ 8 കേസുകൾ വെറുതെ വിട്ടു, 9 കേസുകൾ ലൈവായിട്ട് ഉണ്ട്. അതിൽ ഗർഭിണിയായ സ്ത്രീയെ ഉപദ്രവിച്ചത് മുതൽ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞത്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തടഞ്ഞ് വണ്ടിയിൽ നിന്ന് പോലീസുകാരെ ഉപദ്രവിച്ച് ചാടാൻ ശ്രമിച്ചതിൻ്റെ കേസ് മുതൽ അങ്ങനെയുള്ള ഒട്ടനവധി കേസുകളാണുള്ളത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിനെതിരെ ഈ മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില ചാനലുകൾ ചില വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടായി പോലും. അദ്ദേഹം അതിനെതിരെ കർണാടകയിൽ പോയിട്ട് ഇവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ കോടതി ഇഞ്ചക്ഷൻ കൊടുത്തു, ഈ വാർത്തകളെല്ലാം നിർത്തിവെക്കണം, യൂട്യൂബിൽ നിന്നും എല്ലാത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ചാനലുകാർ കോടതിയെ സമീപിച്ചു, സത്യാവസ്ഥ തെളിയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതേ കോടതി തന്നെ അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത, നീക്കം ചെയ്ത വാർത്തകൾ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം 10,000 രൂപ പിഴയും അടിപ്പിച്ചു. അതായത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്.